നിങ്ങൾക്കറിയുന്നത് പോലെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആരംഭിച്ച ഒരു യാത്രയാണിപ്പോൾ ഈ പറയുന്ന ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഈ ഒരു യാത്രയോട് നമ്മുടെ ആളുകൾ കാണിക്കുന്ന പ്രതികരണമാണ്. വളരെ ആത്മാർത്ഥം നിറഞ്ഞ പ്രതികരണം എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ടാകുന്നു. മാത്രമല്ല നമ്മുടെ അമ്മമാർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന സങ്കടത്തിന് ചെറിയൊരു ആശ്വാസം പകരാനെങ്കിലും ഈ യാത്രയ്ക്ക് കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രകടമായ ഒരു ഫലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എക്സൈസും പോലീസും ഒക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കാര്യമായ റെയ്ഡ് നടത്തുന്ന സമയമാണിപ്പോൾ. അതിന് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഇതിൻ്റെ ഒളിവിടങ്ങളും അതുപോലെ ഉറവിടമൊക്കെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ കേരളത്തിൻ്റെ ടെലിവിഷൻ റേഡിയോ മാധ്യമങ്ങളിൽ എൻ്റെ പ്രവർത്തനം ഒരു 40 കൊല്ലം പിന്നിടുകയാണ്. അതൊരു ചെറിയ കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഒരു 50 കൊല്ലം ജോലി ചെയ്താൽ 50 കൊല്ലം പിന്നിടും. അതേപോലെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഈ 40 കൊല്ലത്തെ ഞാൻ കണ്ട അനുഭവങ്ങൾ, ഞാൻ നേടിയ ജോലിയുടെ അറിവുകൾ, മാധ്യമത്തിലെ ചില സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ചാലിച്ച് അരച്ച് കുറുക്കി ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ യാത്ര എന്ന് നിങ്ങളറിയാം. അപ്പോൾ ഈ 40 കൊല്ലക്കാലം ഒരു ആഘോഷമാക്കി മാറ്റുന്നതിനപ്പുറം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കോവിഡ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച സമീപകാല ഒരു സംഭവമാണ്. 20 മാസക്കാലം കൊറോണ വൈറസിൻ്റെ പിടിയിലാക്കപ്പെട്ട് നമ്മൾ എല്ലാവരും ഓരോ ഐലൻഡായി ജീവിച്ചു. നമ്മൾ 20 മാസക്കാലം നമ്മൾ വാതിലും ജനലും ഒക്കെ കൊട്ടിയടച്ച് ഒരു തനി ദ്വീപിൽ താമസിക്കുന്ന ഒറ്റപ്പെട്ട ഒരാളായിട്ടൊരു കുടുംബമായിട്ട് നമ്മൾ താമസിച്ചു. കോവിഡ് നമ്മളെ വിട്ടുപോയി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോവിഡിൻ്റെ സ്വാധീനം മൂലം അനേകമായിരം ആളുകൾ മരിച്ചുപോയി. നമ്മുടെ നാട്ടിലും ആളുകൾ മരിച്ചു. ഈ ഒരുപക്ഷെ റോഡപകടത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ അത്രയും കണക്കില്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ കേരളത്തിൽ മരിച്ചു. ഔദ്യോഗികമായ കണക്ക് പ്രകാരം, അനൗദ്യോഗികമായിട്ട്. കാരണം ഈ മലയാളികൾ കേരളത്തിൽ മാത്രമല്ല മരിച്ചത്, ഗൾഫ് നാടുകളിലും അമേരിക്കയിലും ഒക്കെ ഈ മലയാളികൾ ഒരുപാട് മരിച്ചു. അതുകൊണ്ട് ഈ കോവിഡ് നമുക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. എന്നാൽ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ടായിരുന്നു. കോവിഡ് പോലൊരു മഹാവിപത്ത് നമ്മുടെ മേളിൽ ചൂഴ്ന്നു നിൽക്കുന്ന സമയത്താണ് നമ്മൾ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചത്. പണത്തിന് യാതൊരു വിലയുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഈ പണം കൊണ്ടൊരു പ്രയോജനമില്ലെന്നും അതുപോലെ ചെറിയൊരു മൂക്കിപ്പനി വന്നാലുടൻ ആശുപത്രിയിലേക്ക് ഓടേണ്ട കാര്യമില്ലെന്നും ആ കാലത്ത് നിങ്ങൾക്കൊരു അസുഖം വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, കോവിഡ് കാലത്ത് നമ്മളൊരു ആശുപത്രിയിലും പോയിട്ടില്ല. അപ്പോൾ ഈ പിന്നീട് നമ്മൾ ഒരുപാട് മരുന്നുകൾ പിന്നെയും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ പോലായി. പിന്നെ നമുക്ക് മനുഷ്യരൊന്നും കണ്ടാൻ അറിയില്ല, അയലത്താര താമസിക്കുന്ന അറിയില്ല. ഒരുപാട് അതിഥി തൊഴിലാളികൾ കൂടി കേരളത്തിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ എത്ര അതിഥി തൊഴിലാളികൾ താമസിക്കുന്നു എന്നുള്ളത് സാക്ഷാൽ സർക്കാരിന് പോലും അറിയില്ല എത്ര നമ്പറാണെന്നുള്ളത്. അപ്പോൾ അവർ കേരളം വന്ന് കേരളത്തിൽ ഇങ്ങനെ താമസമാക്കിയതോടെ നമ്മുടെ അയലത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും നമുക്കറിയാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. കഴിഞ്ഞ കുറച്ചധികം കാലമായി കേരളത്തിൽ അമിതമായി മദ്യപിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. കുടുംബം കുട്ടിച്ചോറാക്കി ഈ ഇഷ്ടംപോലെ ഡിവോഴ്സുകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത്. ഇതിനേക്കാൾ അപകടം നിറഞ്ഞ ഒരു ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ ആളുകൾ ക്രമാനുഗതമായി മാറുന്നത് നമ്മളാരും അറിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ ഞാൻ കരുതിയത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കും. കേരളത്തിൻ്റെ ഏതോ ഓണങ്കറ മൂലകളിലും ചില നഗരോരങ്ങളിലുമൊക്കെ കുറേ ആളുകൾ MDMA പോലെയുള്ള രാസലഹരി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിൽ ചില കുട്ടികളും പെട്ടുപോയിട്ടുണ്ട് എന്നായിരുന്നു. എന്നാൽ 1-2 ജില്ലകളിലെ യാത്ര കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായ ഒരു സ്വാധീന വലയത്തിലാണ് നമ്മുടെ കുട്ടികളെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. ഒരുപാട് ഇന്ന് ഞാനൊരു ഡി അഡിക്ഷൻ സെൻ്ററിലും പോയി. അവിടെയൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെയെല്ലാം MDMA രാസലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതിൽ കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അപ്പോൾ നമുക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പള്ളിക്കൂടങ്ങളിലും നമ്മുടെ കോളേജുകളിലും ഒക്കെ പോകുന്ന കുട്ടികളെ നമ്മൾ തീരെ ശ്രദ്ധിക്കാതായി. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ടെലിവിഷൻ ചിലപ്പോൾ ഒരു കാരണമാകാം, അതല്ലെങ്കിൽ വീട്ടിൽ സ്നേഹം കുറഞ്ഞതൊരു കാരണമാകാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ലോകം കാണാൻ നമ്മൾ ശ്രമിക്കുന്നതിനിടയിൽ നമുക്ക് കുട്ടികളെ നോക്കുന്നത് നേരം കിട്ടാതെ പോകുന്നതാകാം. പല കാരണങ്ങളാൽ വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ മലയാളി ജീവിതത്തിലുണ്ടായിരുന്ന നമ്മുടെ മലയാളി കുടുംബങ്ങളിലുണ്ടായിരുന്ന ചർച്ചകൾ മുഴുവനും ഇല്ലാതെയായി. വിശേഷങ്ങൾ അന്വേഷിക്കാതായി. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ പിന്നാലെ സ്കൂളിലേക്ക് പോകുന്ന രക്ഷാകർത്താക്കളുടെ കാലം കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അമ്മൻ്റെ തലയിലെഴുത്ത്.
അവന് വേണമെങ്കിൽ പഠിക്കണം, പരീക്ഷ ജയിച്ചോളണം, ജയിച്ചോ തോറ്റോ എന്നറിയാൻ പോലും പോകണ്ട, നമുക്ക് വീട്ടിൽ കാര്യങ്ങളെത്തും. അപ്പോൾ ഈ കുട്ടികൾ ബാഗും എടുത്ത് തുണിസഞ്ചിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചില്ല. അതിൻ്റെ ദുരന്ത ഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമുക്കൊരു പക്ഷേ നമ്പർ അറിഞ്ഞാൽ ഷോക്കേൽക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഇത്തരം രാസലഹരിക്ക് അഡിക്റ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. ഇനി നമ്മുടെ നാട്ടിന് നാണക്കേട് ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇതുവരെ എങ്ങനെ വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു ഹൈസ്കൂളിലോ പ്രത്യേകിച്ചും സ്വകാര്യ സ്കൂളിലെങ്ങാനും 1-2 കുട്ടികളിങ്ങനെ അഡിക്റ്റായി എന്ന് വാർത്ത വന്നാൽ അത് മൂടി വയ്ക്കാൻ ഇവർ ഭയങ്കരമായിട്ട് ശ്രമിക്കും. കാര്യം സ്കൂളിൻ്റെ അന്തസ്സല്ലേ വലുത്. അവൻ്റെ ഭാവി എന്തായാലും തൊലഞ്ഞു. ഈ സ്കൂൾ നമ്മൾ പടുത്തുയർത്തിയത് ഒരുപാട് സാധ്യതകൾ വെച്ചാണല്ലോ. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ അന്തസ്സാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതി ഇത് മൂടി വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഓരോ സ്കൂളിനും മൂടി വയ്ക്കാൻ പറ്റാത്ത നമ്പറായി കഴിഞ്ഞു. അവർ രഹസ്യമായിട്ട് ഒരു കോളേജിൽ ചെന്നപ്പോൾ അവിടെ 17 പേരോ ഉണ്ട്, എല്ലാം കൂടി അതിൽ 7 പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും നമ്മുടെ അമ്മമാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതൊക്കെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നത്തെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ പാടില്ല എന്നുകൊണ്ടാണ്. ഞാനും വിചാരിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്നാണ്. എനിക്ക് ഭയങ്കര അസ്വസ്ഥയായി. അതായത് ഇന്ത്യയിലെ ഡ്രഗ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ തലസ്ഥാനം കേരളമാണ് എന്ന് പത്രങ്ങൾ എഴുതുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരു കണക്കെടുത്താൽ നമ്മുടെ ആളുകൾ ഞെട്ടിപ്പോകും, ഭരണകർത്താക്കൾ തകർന്നു പോകും. ആ രീതിയിലുള്ള വിനാശകാരിയായ ഒരു സാഹചര്യവും കാലാവസ്ഥയുമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം, നമുക്കിപ്പം പെട്ടെന്ന് ഈ കുട്ടികളെല്ലാം പിടിച്ച് ഇത് മാറ്റാനൊന്നും പറ്റത്തില്ല. പോലീസൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തിലേക്ക് ഈ MDMA എന്ന് വെച്ചാൽ മാരകമായ ഒരു ലഹരിയാണ്. അത് കാണുമ്പോൾ വെളുത്തൊക്കെ ഇരിക്കും, പഞ്ചസാര മണി പോലൊക്കെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു 4-5 തവണ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് വളരെ കാലെ പിടിക്കരുത്, ആയുസ് വളരെ വളരെ കുറഞ്ഞു വരും. ചുമ്മാ പിടിച്ചാൽ ഞാൻ താഴെ വീഴുമെന്ന് ചോദിച്ച് കാത്തിരിക്കുക, ഇപ്പോൾ വീഴും കുറേ നേരമായിട്ട് കാത്തിരിക്കുക. നമ്മുടെ സാനു പച്ചാളമാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ വെച്ച് കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുന്നേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഞാൻ വീഴത്തുമില്ല. അപ്പോൾ വീണാൽ നിങ്ങൾ എന്നോട് എടുത്തുകൊണ്ട് പോകത്തില്ലേ? അടുത്ത ആശുപത്രി ഉണ്ടല്ലോ. പിന്നെന്തോ സാധനം നമ്മൾ ടെൻഷൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഇത്തിരി കള്ള് കുടിക്കുന്നത് പോലെയൊന്നുമല്ല MDMA എന്ന് പറഞ്ഞാൽ രാസലഹരി. ഈ രാസലഹരിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ, അത് പരിശോധന നടത്തി തന്നെ കാണാൻ പറ്റുമെന്ന് സംശയം. അതിനേക്കാളും നമുക്ക് ഒരു 4-5 തവണ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മൊത്തം മാറും. നമ്മൾ ക്രൂരമായൊരു ക്രൂരനായ ഒരു ക്രിമിനൽ എന്തൊക്കെ ചെയ്യും അതെല്ലാം ചെയ്യും. മുമ്പിൽ നിൽക്കുന്ന ആളിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ബാപ്പയുടെ മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് അടിച്ചു കൊടുക്കാനും പള്ളയ്ക്ക് കത്തി കയറ്റാനും ഒക്കെ നമുക്ക് യാതൊരു മടിയും കാണത്തില്ല. കാര്യം വല്ലാത്തൊരു തരം പകയും നിസ്സഹായതയും അതുപോലെയുള്ള സ്വപ്നങ്ങളിൽ ജീവിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ കലാപരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ ഈ കുട്ടികളെ ഇതിനെ സ്വാധീനിക്കാൻ ചില സൂത്രപ്പടികളുണ്ട്. പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിലൊക്കെ നിങ്ങളിനി പോകണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താ, ഈ പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന ഇടനാഴികളിലും ഇടവഴികളിലുമൊക്കെ ചില ആളുകൾ ഇവരെ കാത്തു നിൽക്കും, കുട്ടികളെ കാത്തു നിന്നിട്ട് ഇവർക്ക് വല്ല ചോക്ലേറ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ ചോക്ലേറ്റ് നിർബന്ധിച്ച കുട്ടികൾ വാങ്ങിച്ച് കഴിക്കുമല്ലോ. കഴിച്ചു കഴിയുമ്പോൾ അതിൽ ഈ ലഹരി പടർത്തും ഇവർ. ലഹരി, അതാണ് അവരുടെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഈ ചേട്ടൻ നിന്നിങ്ങനെ ഇത് കൊടുത്തുകൊണ്ടേയിരിക്കും. 5-6 ദിവസം ആകുമ്പോൾ ഇതിന് ചെറിയൊരു അഡിക്ഷൻ വരും. നമുക്ക് ഇത് കിട്ടിയില്ലല്ലോ, അപ്പോൾ നമ്മൾ കാത്തു നിൽക്കും ഇയാളെ. നമ്മൾ നേരത്തെ ചെന്ന് അവിടെ നിൽക്കും, നമുക്ക് ഈ ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ചോക്ലേറ്റ് കഴിച്ച് ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് ഇപ്പോൾ MDMA എന്ന് പറയുന്ന മാരണം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെ പറയണം, വല്ലാത്തൊരു ലഹരിയാണത്. ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാവുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കുട്ടികൾ ഇത് കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം അതിന് ഗന്ധമൊന്നും കാണത്തില്ല വീട്ടിൽ വരുമ്പം. സാധാരണ മദ്യം കഴിച്ചു വന്നാൽ 1 കിലോമീറ്റർ ദൂരെ വരുമ്പോൾ തന്നെ അമ്മമാർ മനസ്സിലാക്കും മദ്യപിച്ച് വീട്ടിൽ വന്ന് കയറിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കഴിച്ച് കുട്ടികൾ 14-15 വയസ്സുള്ള, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെ ഇങ്ങനെ ഇത് കഴിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഈ കുട്ടികളെ ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇവരെ കാരിയർമാരാക്കും, ഏജൻറ്റന്മാരാക്കും. ഇത് വിതരണം ചെയ്യുന്ന ജോലി ഇവരുടേതാക്കി മാറ്റും. സ്കൂളുകളിൽ കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് കൂട്ടുകാർക്ക് വിതരണം ചെയ്യും. നല്ല വരുമാനമായി മാറും. അതായത് ഒരു 30,000 രൂപ ചിലവാക്കിയാൽ ഒറ്റ ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കച്ചവടമായി ഇത് വളരും. കുട്ടികളെ തന്നെ ഇരകളാക്കും, രക്തസാക്ഷികളാക്കും. അവർ വീട്ടിൽ വന്നാൽ ഒരു സംഭവം വീട്ടുകാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതിൻ്റെ വേറൊരു അവസ്ഥയുണ്ട്. ഇവൻ അക്രമകാരിയായി മാറി തുടങ്ങും. വീട്ടിൽ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് കലി ബാധിക്കും, ദേഷ്യപ്പെടും. മാത്രമല്ല അവൻ എല്ലാറ്റിനും
ഒരു ഒരു കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങും വീട്ടിൽ. മാത്രമല്ല നമ്മുടെ കവിയൊക്കെ പറഞ്ഞ പോലെ എനിക്കില്ല നാടും നഗരവും കുടയും വെഞ്ചാമരും എല്ലാം എൻ്റെ ചേട്ടനാണ്, എൻ്റെ സഹോദരിക്കാണ് എന്ന രീതിയിൽ ഇവൻ പറഞ്ഞു തുടങ്ങും. ഈ ഇല്ലാത്ത കുറ്റങ്ങൾ അച്ഛനും അമ്മയും ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവരെന്തെങ്കിലും പ്രതിഷേധിച്ചാൽ ചിലപ്പോൾ കസേര വലിച്ചെടുത്ത് അവരെ മണ്ടയ്ക്ക് അടിച്ചെന്ന് വരും. അപ്പോൾ മാത്രമല്ല രാത്രിയിൽ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം അവൻ്റെ ശത്രുക്കളാണ്. അവൻ കൊലക്കത്തിയുമായിട്ട് കയറി വരും. അപ്പോൾ ഈ ഞാൻ പറയുന്നത് നമ്മൾ ലാളിച്ച് വളർത്തിയ ഓമന മക്കളെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾ അങ്ങനെയായി മാറും. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരേതോട് നിങ്ങൾ പ്രതികാരം ചെയ്തിട്ട് കാര്യമില്ല. കാര്യം കുട്ടികൾ ഏത് വഴിക്ക് പോകുന്നു നമ്മൾ നോക്കിയിട്ടില്ല. കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു വളർത്തു ദോഷം സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലേക്കാണോ പോകുന്നത്, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണോ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്ത് വേദനയുണ്ട്, കുഴപ്പമുണ്ട്, നമ്മൾ അപകടങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടികളെ നിങ്ങൾ ഇടപെടേന്ന് ശാസിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ വളരെ സെൻസിറ്റീവാണ്. ഒന്ന് കേട്ടാലുടൻ അടുത്ത നിമിഷം എടുത്തിയാടി എന്തെങ്കിലും പ്രവർത്തിച്ച് കളയും. അപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അതായത് നമ്മൾ പാകിസ്ഥാനിൽ അംബാസഡർ ആവാൻ പോയ ഒരാൾ എങ്ങനെ ഉണ്ടാവും? പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ഒരു അംബാസഡർ അവിടെ പോയി ജോയിൻ ചെയ്താൽ പാകിസ്ഥാൻ സർക്കാരുമായിട്ട് ഏറ്റുമുട്ടലില്ലാതെ പോകണമെങ്കിൽ സൂക്ഷിച്ച് പോകണം. കാര്യം അവിടെ എല്ലാം ഇന്ത്യക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. വളരെ നയതന്ത്രജ്ഞതയോടെ നമ്മളിതിനെ ഡീല് ചെയ്താൽ മാത്രമേ ഈ കുട്ടികൾ, അതേസമയം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ഇവനെ കാരിയർ പണി ഏൽപ്പിച്ചത്? ആരാണ് ഇവന് ചോക്ലേറ്റ് കൊടുത്തത്? നമ്മുടെ സ്കൂൾ വരാന്തയിൽ അങ്ങനെ ആരെങ്കിലും അപരിചിതർ നിൽപ്പുണ്ടോ? നമ്മളവരെ കണ്ടുപിടിക്കണം. അതുപോലെ സ്കൂളിൽ അവരോട് കുറച്ചുകൂടെ വാത്സല്യത്തോടെ പെരുമാറുക. മോന് ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പോയി കേട്ടോ ഉറങ്ങടാ ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു പിതാവായി നമ്മൾ മാറും. അവൻ്റെ നെറ്റിയിലേക്ക് ഒന്ന് പിടിച്ച് അവനൊരു കട്ടങ്കാപ്പി ഇട്ട് കൊടുത്ത് അവന് വേണമെങ്കിൽ തുണിയൊക്കെ നനച്ച് നെറ്റിയിലേക്ക് വെച്ച് ചൂടുണ്ടല്ലോ മോനെ, പൊള്ളുന്ന ചൂടാണല്ലോ, നമുക്ക് ആശുപത്രി പോകണമെന്നൊക്കെ ചോദിച്ച് അവനോടൊരു വാത്സല്യം ഭാവിക്കണം നിങ്ങൾ. ആ വാത്സല്യം ഭാവിക്കുമ്പം നമ്മളെപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഞാനുൾപ്പെടെയുള്ള കുറ്റവാളികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്ര കൂടുതൽ നമുക്ക് സംസാരിക്കാൻ എന്താണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ തുറവൂർ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണെങ്കിൽ ഓരോ പോയിന്റ് കിടക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിക്കും. ഞാനിപ്പോൾ തുറവൂർ കടന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കാം, ഇവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് ഫോൺ വെച്ച്. അടുത്ത ബസ് ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പോക്കണം. ഇത് എന്തിനാണ് പറയുന്നത്? പണ്ടങ്ങനെയാണോ? കോട്ടയത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും, നിങ്ങൾ ഇത്ര വേഗം വന്നോന്ന് ഭാര്യ ചോദിക്കും, അത്രേ ഉള്ളൂ, ദേർ ഇസ് എ മാറ്റർ. ഇപ്പം അങ്ങനെയല്ല. നമ്മളിങ്ങനെ മുക്കിന് ടെലികോം കമ്പനിക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നവരാരാന്ന് ചോദിച്ചാൽ അത് മലയാളികൾ, അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സംസാരം അതിൽ കിടന്നപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ശ്രദ്ധിക്കാതായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഓരോ വീട്ടിലെയും സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, വീട്ടിലെ കുട്ടികളെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിലെ അധ്യാപകരാണ്. സ്കൂളിലെ അധ്യാപകർക്കറിയാം ഏത് വഴിക്കാണ് കുട്ടി നീങ്ങുന്നതെന്ന്. കാര്യം നമ്മുടെ വീട്ടിലുള്ളവരെക്കാളും ഒരു കുട്ടിയുടെ മനോഭാവം മുഴുവൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാളിൻ്റെ പേരാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ബാക്ക് ബെഞ്ചിലോ ഫ്രണ്ട് ബെഞ്ചിലോ ഒക്കെ ഇരിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥി പോലും MDMA കഴിച്ചു തുടങ്ങിയെന്ന് അത്ര എളുപ്പം മനസ്സിലാകില്ല. കാരണം ഇതിന് യാതൊരു ഗന്ധവും കാണത്തില്ല. ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ചില ക്രമാനുഗതമായ ചില മാറ്റങ്ങൾ വരുന്നുവെന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും കാണില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവനെ ആക്രമണോത്സുകത പ്രകടിപ്പിക്കുകയും അധ്യാപകനെ തെറിവിളിക്കുകയും വേണമെങ്കിൽ അധ്യാപകൻ്റെ നേരെ കത്തി എടുത്ത് ഓങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അധ്യാപകൻ ചെയ്യേണ്ട കാര്യം, സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യം, സ്കൂളിൻ്റെ വരാന്തകൾ കടക്കാൻ ഒരു അപരിചിതനെയും അനുവദിക്കരുത്. ഓരോ വിദ്യാർത്ഥിക്കും ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ വീട്ടിലേക്ക് കുറിച്ചയക്കണം ഈ വിദ്യാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഈ വീടുകളിലേക്ക് ഫോൺ ചെയ്യണം. ഇതൊക്കെ ഒരു ഹെഡ് മാസ്റ്റർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരു ക്ലാസ് മുറിയിൽ 3 പേരുള്ള ഒരു ടീം ഉണ്ടാക്കുക. ഒന്ന് ക്ലാസ് ടീച്ചറെ, മോണിറ്റർ, അതുപോലെ പുറത്തുനിന്ന് PT അംഗം. ഈ 3 പേര് ഈ 40-50 കുട്ടികളെ വീക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ലോക്കൽ റെസിഡൻസ് അസോസിയേഷൻ മറ്റുള്ളവരും വീക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ കുറേശ്ശെയായി സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ വലിയ തലമുറ കൈവിട്ടു പോവുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ പെരുകുകയും ചെയ്യും. ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഒരു 60 ദിവസത്തിനിടയിൽ 70 കൊലപാതകം കേരളത്തിലുണ്ടായി. അതിൽ 30 കൊലപാതകങ്ങളും നടത്തിയത് MDMA ലഹരി അടിച്ചു കയറ്റിയ പിള്ളേരായിരുന്നു. നമ്മൾ അറിയണമത്. കേരളത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ നാട്ടിലുള്ള കേസുകളെല്ലാം FIR ഇട്ട് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയുണ്ട്, അതുകൊണ്ടാണ് കേസിൻ്റെ എണ്ണം പെരുകുന്നതെന്നായിരുന്നു ഞാൻ ധരിച്ചത്. അങ്ങനെയല്ല, ഇവിടെ കൊലപാതകങ്ങൾ കൂടുന്നുണ്ട്. കൊലപാതകങ്ങൾ കൂടുന്ന ചെറിയ കാര്യം മതി ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യാനോ കെട്ടിത്തൂങ്ങി ചാകാനോ തൊട്ട് അയലത്ത് താമസിക്കുന്ന ആളിൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റാനോ ഒന്നും യാതൊരു മടിയും നമുക്കിപ്പോൾ ഇല്ല. കാര്യം ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളുടെ റോളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ പൊതുപ്രവർത്തകർക്കും സർക്കാരിനുമൊക്കെ ഇടപെടാൻ കഴിയുക. നമ്മുടെ നാട്ടിലെ ഒരു സംസ്കാരം തന്നെ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ
നമ്മുടെ നാട്ടിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് IT, ഒന്ന് ടൂറിസം. ഈ 2 സാധ്യതയും പണിമുടക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ കച്ചവടത്തിന് വലിയ സ്കോപ്പില്ല. ഈ കേരളം എന്ന് വെച്ചാൽ വലിയൊരു പ്രോപ്പർട്ടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ടൂറിസം കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കാരണം ഇത്രയും നല്ല കാലാവസ്ഥ ലോകത്തിൻ്റെ മറ്റൊരിടത്തുമില്ല. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒന്നീ തീവ്രമായ തണുപ്പ് അല്ലെങ്കിൽ അതികഠിനമായ ചൂട്, ഇതിന് രണ്ടും മിക്സ് ചെയ്ത് ഒരു സമശീതോഷ്ണാവസ്ഥ എന്നൊക്കെ പറയുന്ന സാധനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ കേരളത്തിലെ പുഴകളും മലകളും കേരളത്തിലെ അന്തരീക്ഷവും കേരളത്തിലെ നിർമ്മലമായ നദികളും എല്ലാം വിദേശീയർക്ക് അത്ഭുതമാണ്. നമ്മൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതിൽ ലഭിക്കുന്ന പരാജയങ്ങൾ കൊണ്ടാണ് നമുക്ക് അത്ര കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയാത്തത്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ഫോറിൻ ടൂറിസ്റ്റുകളെ, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ, കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ കണ്ടമാനം ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരികയാണ്. ടൂറിസത്തിൻ്റെ വരുമാനമൊക്കെ സർക്കാരിന് വളരെ വളരെ കൂടിയ ഒരു കാലത്താണ് ജീവിക്കുന്നത്. ശ്രീ ബെന്നിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാം. എന്നാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ വാർഡിലും ഓരോ മനഃശാസ്ത്രജ്ഞനെ ആവശ്യം വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. കാര്യം ഈ MDMA കഴിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയുണ്ട്. മാനസിക രോഗം ബാധിച്ച മനസ്സ് ശിഥിലമായി പോയ ഒരു സാധാരണ മനോരോഗിയുടെ അതേ സ്വഭാവവിശേഷമാണ് ഒരു MDMA കഴിച്ച് പരിചയിച്ച ഒരാളിനുള്ളത്. നമുക്ക് ഇവരെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. വർഷങ്ങളായി എന്തെങ്കിലും ഒരു പരമ്പരാഗത സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തലമുറയിൽ ആർക്കെങ്കിലും മനോരോഗം ബാധിച്ചിരുന്നു എന്നതുകൊണ്ടോ മാറിയ ആളിന് ഒരിക്കലും നമുക്കെതിരെ നിൽക്കുന്ന ആളിനെ മനസ്സിലാകത്തില്ല. മാത്രമല്ല അയാൾ രോഗിയാണെന്നുള്ള ഒരു അയാൾക്കൊരിക്കലും മനസ്സിലാകത്തില്ല. നമ്മൾ അയാളോട് മരുന്ന് വാങ്ങി കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ അയാൾക്ക് ഒരിക്കലും അയാൾ ഈ അസുഖം ഉണ്ടെന്ന് വിശ്വസിക്കില്ല. അത് തന്നെയാണ് ഈ MDMA കഴിച്ച കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നതും. കാര്യം കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊരു ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പാടാണ്. പിന്നെ അവൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൊണ്ട് വന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേന് മാസങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടികൾ ഇതിലേക്ക് മൂക്കുകുത്തി വീണ് കഴിഞ്ഞാൽ അവരെ തിരിച്ച് വലിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒരുപാട് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ സഹായം നമുക്ക് ആവശ്യമായി വരും. അപ്പം നമ്മൾ ഇതുവരെ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ കുട്ടികൾ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് A to Z സ്നേഹിക്കാൻ ഈ കുട്ടികൾ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വീട്ടിൽ ചർച്ച ചെയ്യാറില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ അയലത്തെ ഉള്ള ആൾക്കാരുടെ സംഘടിത ബലം കൂടി എടുക്കണം. നിങ്ങളുടെ ഗ്രാമങ്ങളിലോ നിങ്ങളുടെ നഗരങ്ങളിലോ നിങ്ങളുടെ സ്കൂൾ വരാന്തയിലോ ഇങ്ങനെയുള്ള ഏറ്റവും കടുപ്പം പിടിച്ച ലഹരി മരുന്നുമായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ എക്സൈസിനെ നിങ്ങൾ അറിയിക്കണം, പോലീസിനെ നിങ്ങൾ അറിയിക്കണം. ഇന്ന് തന്നെ ഞാനൊരു ഡെപ്യൂട്ടി സൂപ്രണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എക്സൈസ് കമ്മീഷണറുടെയും പോലീസ് കമ്മീഷണറുടെയും ഒക്കെ ഓഫീസുകളിലേക്ക് നിങ്ങൾ ഫോൺ ചെയ്താൽ അത് അവർ വളരെ രഹസ്യമായി സൂക്ഷിക്കും. അവർക്കറിയാം ഈ മാഫിയ സംഘങ്ങളൊക്കെ കരുത്തന്മാരും കള്ളന്മാരുമാണെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ വലയത്തിലേക്ക് നിങ്ങൾ മൂക്കിടിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇൻഫോം ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളെയൊക്കെ കൂട്ടി സംഘടിതമായി അറിയിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ അറിയിച്ചിരിക്കണം. കാരണം ഇവർ പാഷാണമാണ് വിതരണം ചെയ്യുന്നത്. പാഷാണ വേഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ മാറിപ്പോകും. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയത് ഈ പ്രശ്നം നിസ്സാരമാണെന്ന് തോന്നിയെങ്കിൽ ഇന്ന് കേരളത്തിൽ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ MDMA ഇങ്ങനെ വൈറസ് പോലെ ബാധിക്കുന്നതും പ്രചരിക്കുന്നതും തന്നെയാണ്. ഇതിന് നമുക്ക് തടയിടണം. ഗംഗയാർ ഒഴുകി വരുന്നത് പോലെ കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഹരി ഒഴുക്കി വിടാനായിട്ട് മലയാളികൾ ഉൾപ്പെടെ എത്രയോ ആളുകൾ ഓരോ ദിവസവും പ്രവർത്തിക്കുക. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, ശരിക്കും ലേറ്റായിപ്പോയി. നമ്മളിത് നേരത്തെ തന്നെ തടയേണ്ടതായിരുന്നു. ഇത്രയും പ്രശ്നം സീരിയസ് ആണെന്ന് എന്നെപ്പോലൊരു മാധ്യമപ്രവർത്തകന് പോലും മനസ്സിലായത് ഇപ്പോഴാണ് എന്നറിയുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? നമുക്കിതിൻ്റെ കണക്ക് ലഭിക്കുന്നില്ല. കേരളത്തിലേക്ക് എത്രമാത്രം MDMA ഒഴുകുന്നത് നമുക്കറിയില്ല. എത്ര കുട്ടികൾ ഇതിന് അഡിക്റ്റാണ് നമുക്കറിയില്ല. നമുക്ക് നേരിട്ട് സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തുന്നത് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലേറ്റായി പോയെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം 1 മണിക്കൂറിൽ 10 MDMA കുട്ടികളെങ്കിലും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നാണ് യാഥാർത്ഥ്യം. 24 മണിക്കൂറാകുമ്പോൾ നിങ്ങൾ നോക്കൂ, 240 പേരിലേക്ക് ഈ മഹാവൈറസ് പടരുകയാണ്. അതുകൊണ്ട് നമുക്കിനി കാത്തിരിക്കാൻ വകയില്ല. നമ്മൾ ഈ 14 ജില്ല കടന്ന് കാസർഗോഡ് ഈ യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിൽ MDMA വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാഫിയ കമ്പനികൾ പോലും തുറുങ്കിലടയ്ക്കപ്പെടണം എന്നാണ് നമ്മുടെ ആവശ്യം. അത് മാത്രവുമല്ല, നമ്മൾ പ്രതികാരദാഹത്തോടെ കാണാതെ കുട്ടികളെ നമുക്ക് സാമാന്യ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള കരുത്ത ഉറ്റ നടപടികൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഈ സംസ്ഥാനത്തിന് സമാധാനം കെടുത്തുന്ന, സമാധാനത്തിന് വിധ്വംസകരായ ഈ മാഫിയ സംഘങ്ങൾ കേരളത്തിൽ സ്വതന്ത്രമായി വാഴിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ.
അതിന് നമ്മൾ വേണ്ടത് അമ്മമാർ സംഘടിക്കണം, അമ്മമാർ ചൂലെടുക്കണം, അമ്മമാർക്ക് പിന്തുണ കൊടുക്കണം, ചെറുപ്പക്കാർ സംഘടിക്കണം. ഇതിലേറ്റവും കൂടുതൽ നമ്മൾ എവിടെ ചെന്ന് അന്വേഷിച്ചാലും ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എവിടെ പോയി പരിശോധിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ MDMA സ്വാധീനിക്കുന്നത് കുട്ടികളെയും ചെറുപ്പക്കാരെയാണെന്നാണ്. പ്രായം ചെന്ന മുതിർന്ന ആളുകളൊക്കെ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ നമ്പർ കുറവാണ്. അപ്പം രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യം ഉറ്റുനോക്കുന്ന ചെറുപ്പക്കാരെയാണ്. ഇവരാണ് നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി വളരേണ്ടത്. അവരാണ് ഇത്തരം ഒരു മഹാബിപത്തിൻ്റെ മുന്നിൽ വീഴുന്നത്. എനിക്ക് ഭയങ്കര സംശയമാണ് ഈ അഫ്ഗാനിസ്ഥാൻ, ലോകത്തിലെ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മധ്യേഷ്യയിലെ ചില രാജ്യങ്ങൾ, പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങൾ, ഇവരൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ അഭൂതപൂർവമായ വളർച്ച കണ്ട് അമ്പരന്നിട്ടാണോ കേരളം പോലെയുള്ള ഏറ്റവും സാക്ഷരത അധിവസിക്കുന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത്ര കൂടുതൽ MDMA ഇറക്കുമതി ചെയ്യുന്ന എനിക്ക് ന്യായമായ സംശയമുണ്ട്. കാര്യം നമ്മുടെ ചെറുപ്പക്കാരുടെ കടക്കൽ കത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ രാജ്യം നിയന്ത്രിക്കുക? എന്നെ പോലുള്ള കിളവന്മാരോ? ഒരിക്കലുമല്ല. നിങ്ങളത് തിരിച്ചറിയണം. കാരണം ഇതൊരു ചെറിയ അപകടമല്ല. മാത്രമല്ല നമുക്കിത് താമസിക്കാൻ വയ്യ. നമ്മൾ താമസിച്ചു പോയി, നമുക്കിനി താമസിക്കാൻ വയ്യ. നമ്മൾ ഈ 30-ാം തീയതി അതായത് ഏപ്രിൽ 20 ഞായറാഴ്ച നമ്മൾ കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ മാഫിയ സംഘങ്ങളുടെ തായ്വേരറുത്ത് വീഴ്ത്താൻ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന് കഴിയണം. തീർച്ചയായിട്ടും പോലീസിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സ് തീരുമാനിച്ചാൽ ഇവൻ്റെ ഉറവിടങ്ങളിൽ പോയി ബോംബ് വയ്ക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ പോലീസുകാർ. ഈ ഉറവിടം എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, കർണാടക, ഇങ്ങനെ പോകുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ പോലീസ് സംവിധാനം ഇതിനകത്ത് തലപ്പത്തിരിക്കുന്ന തലതൊട്ടപ്പന്മാരെ മുഴുവൻ പിടിച്ച് കേരളത്തിലെ സെൻട്രൽ ജയിലുകളിൽ ഇടാൻ പറ്റുന്ന സാഹചര്യം ഈ 30-ാം തീയതിക്കകം ഉണ്ടാകണം, 30 ദിവസങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിനാണ് നിങ്ങളുടെ പിന്തുണ വേണ്ടത്. നമ്മൾ ഒന്നിച്ചൊരു കടൽ പോലെ, ഒന്നിച്ചൊരു അലകടൽ പോലെ, ഒരു ജനസാഗരം പോലെ നമ്മൾ ഒഴുകി നമ്മുടെ നാട്ടിലെ സമാധാനം കെടുത്തുന്നവൻ്റെ മുഖം നമ്മൾ നോക്കില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ സർക്കാരിനും പൊതുജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും എല്ലാം കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാകൂ. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരുവൻ ഇങ്ങനെ ഈ MDMA പോലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങളവരെ ഒറ്റപ്പെടുത്തണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. ചില ആളുകൾ പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടി ഈ വിധ്വംസക ശക്തികൾക്ക് പിന്തുണ നൽകും. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഉടനെ വരുമല്ലോ, അന്ന് ഇവർക്കൊന്ന് വോട്ട് ചെയ്യില്ലെന്ന് നിങ്ങൾ പരസ്യമായി പറയണം. കാരണം നമുക്ക് അർഹതപ്പെട്ട ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടാവൂ എന്നല്ലേ ന്യായം? നമുക്ക് വേണ്ടാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമുക്ക് താല്പര്യമുള്ളവരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കാൻ പാടുള്ളൂ. നിർഭാഗ്യവശാൽ റഷ്യ പോലെ ചില രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു നിയമസഭാ സാമാജികൻ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവമില്ല. ഒരുത്തൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 5 കൊല്ലവും അയാൾക്ക് ഇതൊക്കെ ആസ്വദിച്ച് കഴിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത നിയമസഭാ സാമാജികരെ പിടിച്ചു നിർത്തി നിങ്ങൾ പറയണം ഈ കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ല. കാരണം ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എനിക്കൊരു രാഷ്ട്രീയക്കാരൻ്റെ ആചാരം വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പച്ചയായിട്ട് പറയുന്നത്. എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു പ്രശ്നമാണിത്. ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം മൂക്കുകുത്തി വീണ് കഴിഞ്ഞു. ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്നേ പറ്റൂ. നമുക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ കാര്യക്ഷമമായി നമ്മുടെ ഒരു ഇടപെടൽ അതിനകത്ത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെപ്പോലുള്ള ആളുകൾ, ഞങ്ങളിവിടെ ഇരിക്കുന്ന ഈ വാർത്താ അവതാരകർ മുഴുവൻ AC റൂമിൽ ശീതീകരിച്ച മുറിയിലിരുന്ന് വാർത്ത വായിക്കുന്നവരാണ്. നമ്മൾ ഈ 37 ഡിഗ്രി ചൂടടിക്കുന്ന കേരളത്തിലേക്ക് പുല്ലൂർ ചെന്നപ്പോൾ തൂക്കുപാലത്തിൻ്റെ മണ്ടേ കയറി 39 ഡിഗ്രി ആയിരുന്നു അവിടെ. 39 ഡിഗ്രി ചൂടിൽ സൂര്യൻ കത്തിയിറങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയവും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മൾ ഇറങ്ങണമെങ്കിൽ ഈ കാര്യം എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്ന് പ്രിയപ്പെട്ട നാട്ടുകാർ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ 24-ൻ്റെ നിങ്ങൾക്ക് SKN40 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എക്സ്ക്ലൂസീവായിട്ട് ഇതിനായിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. അതായത് ഈ MDMA എങ്ങനെയാണ്, ഈ അസുഖം എങ്ങനെയാണ് ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുന്നത്, എന്താണ് ഇതിൻ്റെ സാധ്യതകൾ എന്നൊക്കെ ഞങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളും ഈ 30 ദിവസത്തെ കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി SKN40 അടിച്ച് ഇപ്പോൾ നിങ്ങളൊക്കെ ലൈവായിട്ട് SKN40 നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് 3 മാസം കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ ഓഫ് ചെയ്ത് കളഞ്ഞോളൂ. പക്ഷേ നിങ്ങളിത് ഓൺ ചെയ്ത് കാണണം. കാരണം ഈ നാട് ചെന്ന് പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിത് നിരന്തരം കേൾക്കണം. നമ്മൾ രാവിലെ ഇപ്പോൾ പത്രമൊന്നും അങ്ങനെ കാര്യമായിട്ട് വായിക്കത്തൊന്നുമില്ല. പത്രം വന്ന് വെറുതെ കിടക്കുമെന്നല്ലാതെ മഴയും മഞ്ഞും കുളിരുമൊക്കെ അമർന്ന് സുഖിച്ച് തറയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു സാധനത്തിൻ്റെ പേരാണ് ഇപ്പോൾ പത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വാർത്തകൾ അറിയുന്നതൊക്കെ തന്നെ നമ്മുടെ ചാനലുകളിൽ നിന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പം പലപ്പോഴും ഈ ഓൺലൈൻ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ വരുന്ന വാർത്തകളേക്കാൾ 300% ഇരട്ടിയാണ് ഇതിൻ്റെ പ്രചാരണം, ഇതിൻ്റെ വ്യാപനം എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. വലിയ അപകടത്തിലൂടെ മലയാളി കടന്നു പോകുന്നു എന്നുള്ളത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ, അമ്മമാർക്ക് ആശങ്ക വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പല അമ്മമാരും ടെൻഷൻ അടിച്ചാണ് പറയുന്നത്.
വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പയ്യൻസ് എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത്. മാത്രമല്ല ഇതിൽ ഏറ്റവും എനിക്ക് സങ്കടകരമായി തോന്നിയത് നമ്മുടെ പെൺകുട്ടികൾ, കേരളത്തിലെ പെൺകുട്ടികൾ ഒരിക്കലും MDMA വാഹകരാകും, കാര്യറാകുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ്. പെൺകുട്ടികൾ പോലും, നമ്മുടെ പെൺകുട്ടികളൊക്കെ നല്ല ധിക്കാരികളും ധീരന്മാരും ഒക്കെ ആയപ്പോൾ നമ്മൾ സന്തോഷിച്ചവരാണ്. നമ്മുടെ പെൺകുട്ടികൾ ആൺപെൺ വ്യത്യാസമില്ലാതെ പെരുമാറിയപ്പോൾ നമ്മൾ സന്തോഷിച്ചവരാണ്. പാതിരാ നേരത്തും പട്ടാപ്പകലും ഇറങ്ങി നടക്കാൻ അവർ കരുത്ത് കാണിച്ചപ്പോൾ നമ്മൾ പെൺകുട്ടികളെ അംഗീകരിച്ചവരാണ്. അങ്ങനെ തന്നെ വേണമെന്ന് താനും. പക്ഷേ അതേ പെൺകുട്ടികളിൽ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വല്ലാത്ത സങ്കടം തോന്നി. എനിക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലും, ഈ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒന്നീ ടെലിവിഷൻ വഴിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയോ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം 10-75 കൊല്ലക്കാലം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ കിട്ടിയൊരു പുണ്യം നിങ്ങൾ തകർത്തെറിഞ്ഞുടയ്ക്കരുത്, തകർത്ത് കളയരുത് നിങ്ങൾ. കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞത്, ഈ MDMA തുടർച്ചയായിട്ട് കഴിക്കുന്ന ആളിൻ്റെ ജീവിതം 7 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുമെന്നാണ്. വേറെ ആൾ 12 കൊല്ലം പറഞ്ഞു. ഇരിക്കട്ടെ, 12 കൊല്ലം ഇരിക്കട്ടെ, 12 കൊല്ലമാണോ? 75 കൊല്ലം ഈ മണ്ണിൽ ജീവിക്കാൻ, ഈ മണ്ണിൻ്റെ കാലാവസ്ഥയും കാറ്റുമൊക്കെ ഏറ്റ് മണ്ണിലെ സുഖശീതളമായ അന്തരീക്ഷത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു ജനത 7-12 കൊല്ലം കൊണ്ട് തൻ്റെ ജീവിതം തട്ടി ഉടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തൊരു അപരാധമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ആരോടാണ് ഫോൺ ചെയ്യുന്നത്? ഈ വീട്ടിലൊക്കെ നമ്മുടെ സ്വകാര്യത നമ്മൾ ലംഘിക്കരുത്, വാട്സപ്പ് നോക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് ചോദിക്കരുത് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും വീടുകളിൽ. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് വീട്ടിൽ അങ്ങനെയൊന്നും വലിയ അവകാശമൊന്നും സംരക്ഷിച്ചു കൊടുക്കേണ്ട. കാരണം ആകെ നമ്മൾ നനഞ്ഞിരിക്കുക, ആകെ നമ്മൾ നനഞ്ഞ സ്ഥിതിക്ക് ഇനി കുളിച്ച് കയറിയേ മാർഗമുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ അയക്കുമ്പോൾ ആർക്കാണ് മോനെ നീ അയക്കുന്നത്? എവിടെയോ കിടക്കുന്ന വിദേശ നാടുകളിലൊക്കെ എനിക്കൊക്കെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ചില ഫോൺ കോളുകൾ വരും കേട്ടോ. അത് അവരുടെ ലാൻഡ് ലൈനിൽ നിന്നാണ് വിളിക്കുന്നത്, ആരാന്നറിയാതിരിക്കാൻ വേണ്ടി. യവന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ, ഇവനൊക്കെ മലയാളിയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ചിലപ്പോൾ തെറി വിളിക്കും, ചിലപ്പോൾ തന്തയ്ക്ക് വിളിക്കും, ചിലപ്പോൾ മറ്റു ചിലപ്പോൾ വേറെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ പ്രേമിക്കുക എന്ന് പറയും, പല പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴിയും നമ്മുടെ കുട്ടികൾ വേറൊരു ലോകം തേടി പോകുന്നു എന്നുള്ളത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് മാത്രം നമ്മൾ കാണണ്ട. അതിൽ ചതിക്കുഴികൾ ഇരിപ്പുണ്ട്. ഈ ചതിക്കുഴികളിലേക്ക് നമ്മുടെ കുട്ടികൾ വീഴുന്നു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കണം. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഐഫോണൊക്കെ എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ഉപയോഗിക്കുന്നു. 4.5 കോടി മൊബൈൽ ഫോണുള്ള 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയാതെ പോകരുത്. ഫോൺ ഉപയോഗിക്കുന്നതിന് ഞാനിതിലല്ല, കമ്മ്യൂണിക്കേഷൻ ലോകമാണ്. നമ്മളിനി അതൊന്നും, ഈ കമ്മ്യൂണിക്കേഷൻ കുറിയെ നമുക്കിനി നിൽക്കാൻ പറ്റില്ല. ലോകമാകെ മാറി. ആഗോള ഗ്രാമം എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമായി ലോകം മുഴുവൻ ചുരുങ്ങുമ്പോൾ കേരളം മാത്രം അങ്ങോട്ട് മാറി നിൽക്കും മുണ്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതേസമയം ഈ ലോകരാഷ്ട്രങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതേപടി പകർത്താൻ ശ്രമിച്ച് കേരളം അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്തി എന്ത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചാലും അത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് നെഞ്ചത്തടിച്ച് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് അകാല മരണമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മരണത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊന്ന് ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മോഹൻലാൽ ഒരു സിനിമയിൽ ചോദിച്ച പോലെ എന്നെ ഒന്ന് കൊല്ലാതെ വിട്ടുകൂടെ എന്ന് കാലിനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. പോത്തിൻ്റെ പുറത്തോ എരുമയുടെ പുറത്തോ കയറി അങ്ങനെ വരും സമയത്ത് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എനിക്കിത് വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവസാന ഊർത്തിനെടുക്കുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഒരുപാട് രോഗങ്ങളുടെ പീഡയിൽ നിങ്ങൾ പീഡനമേറ്റ് മരിക്കുന്നൊരു കാലം ഉണ്ടാകും ഈ നാട്ടിലെന്നുള്ള തിരിച്ചറിവ് ഓരോ മലയാളിക്കും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപക്ഷേ ഞാൻ ഇത്രയും കരുത്തോടെ ശക്തിയോടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഞങ്ങളുടെ യാത്രയിലുടനീളം ഞങ്ങൾ കേൾക്കുന്ന കഥകളൊക്കെ തന്നെ വളരെ വളരെ അപകടം പിടിച്ച കഥകളാണ്. DB കോളേജ് ശാസ്താംകോട്ടയുടെ മുൻപിൽ ഒരു മുളങ്കാട് കെട്ടി രാവിലെ 7 മണി മുതൽ രാത്രി 9-10 മണി വരെ അവിടെ കുട്ടികൾ MDMA ഉപയോഗിക്കുക, സ്കൂൾ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ തന്നെ നാട്ടുകാരും. നമ്മുടെ ഈ അടൂരിലെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ വരാന്തയിലെ ഇടനാഴിയിൽ നിറച്ച് MDMA വാഹകരാണെന്നാണ് പറഞ്ഞത്. പെൺകുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇന്ന സ്പോട്ടുകൾ അപകടമാണെന്ന് മാപ്പ് എടുത്ത് വെച്ച് ലൊക്കേറ്റ് ചെയ്യണം. 15 സ്ഥലത്ത് നമ്മുടെ മന്ത്രിമാർക്ക്, നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് 15 വണ്ടിയും കൊടുത്ത് എസ്കോർട്ടിട്ട് ഓടിക്കാനല്ല പോലീസുകാരെ നിർത്തിയിരിക്കുന്നത്. കേരള പോലീസിങ് ചെയ്യണം. അവർ മിടുക്കരായ പോലീസുകാരുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പേ കൊടുക്കേണ്ടതായിരുന്നു. ഓരോ ദുർബലമായ സ്പോട്ടുകൾ, ട്രബിൾഡ് സ്പോട്ട് എവിടെയൊക്കെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് അവിടെയൊക്കെ സുരക്ഷാ കവറുകൾ നൽകി നമ്മുടെ പെൺകുട്ടികൾക്ക് മാന്യമായിട്ട് പള്ളിക്കൂടത്തിൽ കയറി പോകാനുള്ള സ്വാതന്ത്ര്യമൊരുക്കുകയും അതേസമയം MDMA പോലെ മാരക വിപത്തായി വഴിയരികിൽ കാത്തു നിൽക്കുന്ന അപരിചിതരെ കയ്യൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. ഇപ്പോൾ അവർ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വ്യാപകമായ റെയ്ഡുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കൽ കോളേജിലെ
ഹോസ്റ്റൽ മുറിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ 2 കിലോ കഞ്ചാവ് പിടിച്ചു. 2 കിലോ കഞ്ചാവ് പിടിച്ചതല്ല പ്രശ്നം. ഹോസ്റ്റൽ മുറികളിൽ കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കഞ്ചാവല്ല, പുറത്തെ കളമശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുള്ള വാർഡുകളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചത്. മാത്രമല്ല വാട്സപ്പിൽ എവിടെയൊക്കെയാണ് ഈ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിന് വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ, അതായത് 2000 രൂപയുടെ കഞ്ചാവ് വാങ്ങിച്ചാൽ 2 ലക്ഷം രൂപ കഞ്ചാവ് പുറത്ത് വിൽക്കാമെന്ന് പറയുന്ന സാധാരണ ഒരു കച്ചവടക്കാരൻ്റെ മട്ടിലാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ കുട്ടികൾ പെരുമാറിയത് എന്നുള്ളത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഇതിനെല്ലാം പിന്നിൽ ഇത്തരം വിപത്തുകളുണ്ട്. അപ്പോൾ ഈ യാത്ര നിങ്ങൾ കൃത്യമായിട്ട് ഈ യാത്ര ഫോളോ ചെയ്യണം. ഈ ഞങ്ങളുടെ ടെലിവിഷൻ ചാനൽ വഴിയല്ല, ഇതിന് എക്സ്ക്ലൂസീവായി നമ്മൾ കൊണ്ടുവന്ന SKN40 എന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകണം. കാരണം നമ്മളൊരു അന്തിമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് വാറായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കതിന് ആരോഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇല്ലാത്ത ആരോഗ്യം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അടരാടുന്നത്. നമ്മുടെ ഈ യുദ്ധത്തിൽ അണിചേരണം നിങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പൂക്കളെ പോലെ തുമ്പിയെ പോലെ തുള്ളിക്കളിച്ച് നടന്ന് കുട്ടികൾ സ്കൂളിലൊക്കെ വലിയ ചിരിപ്പിച്ചും നടക്കുന്ന കുട്ടികൾ ഭയങ്കരമായ അപകടത്തിലേക്ക് വീഴുമ്പോൾ നമുക്ക് കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിങ്ങൾ അണിചേരുക. ഇതൊരു ഫൈനൽ വാറാണ്. ഈ ഫൈനൽ വാറിൽ ഈ നാട്ടിൽ ആവശ്യമില്ലാതെ നമ്മുടെ സ്വൈര ജീവിതത്തിന് നടുവിലേക്ക് MDMA പോലുള്ള മാരക വിഷധൂളികൾ എയ്തു വിടുന്ന ഓരോ വൃത്തികെട്ടവനെയും, അവൻ ഇൻ്റർനാഷണൽ മാഫിയയുടെ പിന്മുറക്കാരനാണെങ്കിലും അവനെ അകത്താക്കാനുള്ള നമ്മുടെ അന്തിമ യുദ്ധത്തിൽ നിങ്ങൾ പോരാളിയാവുക. നിങ്ങൾ നമുക്കൊപ്പം ചേരുക. നമുക്ക് വേറെ ഒരു താല്പര്യവുമില്ല. ഈ പോരാട്ടം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാളത്തിലേക്ക് പോകും. നമ്മുടെ തീരുമാനം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അമ്മമാരൊന്നും പേടിക്കേണ്ട. നമ്മുടെ പോലീസ് സംവിധാനം കരുത്തോടെ ചില അന്വേഷണങ്ങളും റെയ്ഡുകളും തുടങ്ങിയിട്ടുള്ള കുറേ അധികം ആളുകളെ അവർ പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെയെല്ലാം നമ്മുടെ സുഹൃത്ത് ബെന്നിയൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ഒരു യാത്ര നടത്താൻ ഒരുപാട് ആൾക്കാരുടെ സഹായം എനിക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വാർത്താ സംഘത്തിൽ 10-75 ആൾക്കാർ സ്റ്റുഡിയോ വിട്ട് ഈ ചൂടും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഒരു ഏപ്രിൽ 20-ാം തീയതി 30 ദിവസം നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കും. അടുത്ത 15 ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഞങ്ങൾ CID ഓഫീസർമാരെ പോലെ പല സ്ഥലത്തും പലതും അന്വേഷിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ രേഖകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എഴുതിയൊരു പ്രബന്ധം പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്ന ഒരു കോൺക്ലേവിലായിരിക്കും ഞങ്ങൾ സമർപ്പിക്കുക. അതിൻ്റെ ജിസ്റ്റ് മാത്രമേ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തൂ. കോൺഫിഡൻഷ്യൽ രേഖകൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റുവാങ്ങും. അദ്ദേഹം ഒരു ഉറപ്പ് വ്യക്തിപരമായി എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിശിതമായ ഇടപെടലുകൾ ഇതിലുണ്ടാകും. ഒരു പോലീസ് സ്റ്റേഷനിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാർ ഭരിക്കാൻ അനുവദിക്കില്ല. MDMAയുടെയോ മറ്റുള്ള രാസലഹരിയുടെയോ കാര്യത്തിൽ ഒരു ശുപാർശയും എൻ്റർടൈൻ ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അദ്ദേഹം കോവിഡ് കാലത്ത് എല്ലാ ദിവസവും പറഞ്ഞതുപോലെ കാര്യങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു തത്സമയ പ്രക്ഷേപണം കൂടി എല്ലാ വൈകുന്നേരവും തുടങ്ങാമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഞാനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഞങ്ങൾ നടത്തുന്ന ഒരു യാത്രയാണിത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പദയാത്രയാണ്. ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ പദയാത്രയും ഇത് തന്നെയായിരിക്കും. കാര്യം മറ്റൊരു പ്രശ്നം പറഞ്ഞ് ഇനി ഒരു പദയാത്ര ഇറങ്ങാൻ എനിക്ക് സമയം ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു പദയാത്രയുമായിട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് വളരെ ഗൗരവമുള്ളൊരു പദയാത്രയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നതും. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ അത്യാവശ്യത്തിൽ കൂടുതൽ ജോലി ഓഫീസിലുള്ള ഒരാളാണ്. 30 ദിവസം ആ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വെയിലേക്കുന്നതും മഴയേക്കുന്നതൊന്നും അല്ല പ്രശ്നം, ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഈ ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ജനസാഗരം എൻ്റെ പിന്നിൽ വേണം. എനിക്ക് കരുത്താർജിക്കാൻ വേണ്ടിയല്ല, എൻ്റെ മുന്നിൽ കുറേ ശക്തികൾ നിൽപ്പുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ മാഫിയ, നമ്മൾ ഈ ഡൂക്ലി കൊച്ചുപിച്ചാത്തിയായിട്ട് നടക്കുന്ന ആളെ മാഫിയ, അവനൊന്നും അല്ല മാഫിയ. അവനൊക്കെ ഒരു കാര്യവുമില്ല, അവനൊക്കെ ഒന്ന് ഊതിയാ പറക്കുന്ന ജന്മങ്ങളാണ്. അവനല്ല മാഫിയ. അവൻ ഞാൻ സാറ്റലൈറ്റ് ഫോണുമൊക്കെ വെച്ചിട്ട് ഏതോ രാജ്യത്തിരുന്ന് ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത മാഫിയ സംഘങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ പ്രസംഗിതൊക്കെ അവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അവിടെ ഇരുന്ന് അവൻ പറയുന്നുണ്ടാവും. പക്ഷേ അവനെയാണ് നമ്മൾ തേടി പിടിക്കേണ്ടതും അവനെയാണ് നമ്മൾ കയ്യാമം വയ്ക്കേണ്ടതും. അവനാണ് ലോകത്ത് നിങ്ങൾക്കറിയുമെന്നറിയില്ല, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ കേരളത്തിലേക്ക് ഈ സാധനം ഒഴുകുകയാണ്. നമ്മൾ ഈ ഇടയ്ക്ക് ടാൻസാനിയയിൽ നിന്ന് വന്നൊരു വിദ്യാർത്ഥിനിയെയും പോലീസ് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നു. ഈ MDMA രാസലഹരി ഇവിടെ കൊണ്ടുവന്നതിന് വെളിയിൽ പോയി പിടിച്ചുകൊണ്ട് വന്നവർ. കാര്യം നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഇപ്പോൾ ജാർഖണ്ഡ് പോലെ ഒരു സംസ്ഥാനത്ത് നമ്മുടെ പോലീസുകാർ ചെന്ന് കഴിഞ്ഞാൽ അത്ര എളുപ്പം ഒരു ഗ്രാമത്തിലൊന്നും പോയി പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. കാരണം അവിടെ പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാനിങ്ങനെ പ്രതിയെ അന്വേഷിച്ച് വന്നതെന്ന് പറയുമ്പോൾ തന്നെ അകത്തോട്ട് പോയി ആ പോലീസുകാർ വിളിച്ചവർ, എടാ മോനെ നിന്നെ അന്വേഷിച്ച് കേരളത്തിൽ പോലീസുകാർ വന്ന് സ്ഥലം വിട്ടോളാൻ പറയും.
അപ്പോൾ മാത്രമല്ല ഈ പോലീസുകാരും അവിടെ ഈ മറ്റ് മിക്ക സംസ്ഥാനങ്ങളിലെ പോലീസുകാരും കള്ളന്മാരും കൊള്ളക്കാരും തമ്മിലൊരു നെക്സസ് ഉണ്ട്. ആ നെക്സസ് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഈ പോലീസുകാരെക്കാൾ ബുദ്ധിമാന്മാരായ കൊള്ളക്കാരാണ് അവിടെ ഉള്ളത്. അവരെയാണ് മാഫിയ സംഘം നമ്മൾ വിളിക്കേണ്ടത്. അല്ല ചെറിയ നമ്മുടെ നാട്ടിൽ ചെറുകിട കൈപ്പിഴയൊക്കെ കാണിക്കുന്ന ആൾക്കാരല്ല മാഫിയ സംഘം എന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ MDMA പ്രചരിപ്പിക്കുന്നതിൽ മലയാളികൾക്ക് വലിയൊരു പങ്കുണ്ട്. കാര്യം കർണാടകത്തിൽ നിന്നൊക്കെ ഈ സാധനം ഇങ്ങോട്ട് ഒഴുക്കിക്കൊണ്ട് വരുന്നത് ഈ മലയാളികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ പ്രശ്നമായി കാണും, മൊത്തം ടെൻഷനായി കാണും. വീട്ടിലുള്ള കുട്ടികളുടെ മുഖമായിരിക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത്. വീട്ടിൽ പോയി കിടന്നാൽ പാചവിട്ടി കയറി നിങ്ങൾ ഉറങ്ങത്തില്ല, എനിക്കറിയാം. നിങ്ങൾ ഉറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ആത്മധൈര്യവും നിങ്ങൾക്ക് വേണ്ടത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമാണ്. നമ്മുടെ കുടുംബത്തിൽ ഭയങ്കരമായ ബന്ധങ്ങളുടെ ദാർഢ്യമുള്ള ഒരു സംസ്ഥാനമാണ്. അമ്മയെന്ന് ഉറക്കം വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഉറക്കത്തിൽ പോലും ഞെട്ടി ഉണരുന്ന കുടുംബ ബന്ധങ്ങളുടെ ആഴം നമുക്കുണ്ട്. ആ ആഴം നമുക്ക് എവിടെ നഷ്ടപ്പെട്ടോ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. നമുക്കിതിനറുതിയായേ പറ്റൂ, അവസാനം കണ്ടെത്തണം. അപ്പം നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. നമ്മൾ ഈ പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ നാടിനെ കോവിഡിന് ശേഷം ഗ്രസിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഈ അപകടത്തെ എന്ത് വില കൊടുത്തും നമ്മൾ നേരിടും എന്ന് മനസ്സിൽ ആഴത്തിൽ പറ്റുമെങ്കിൽ ഒരു തീക്കൊള്ളി കൊണ്ട് നെഞ്ചിലെഴുതി സൂക്ഷിച്ച് നിങ്ങളിന്ന് വീട്ടിലേക്ക് മടങ്ങാവൂ. അല്ലെങ്കിൽ ഇത് എന്നെ ബാധിക്കില്ല, എൻ്റെ മക്കളൊക്കെ നല്ല മിടുക്കരാ, നല്ല സ്നേഹം. ഒരിക്കലുമില്ല എൻ്റെ മക്കൾ നിൻ്റെ മക്കൾ എന്നില്ല. ഇതേത് കുട്ടിയെയും കേരളത്തിൽ ബാധിക്കാം. കാര്യം ഈ കുട്ടികളെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ MDMA എന്ന് പറയുന്ന ലഹരിയുടെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലെ കുട്ടിയെയും പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക, കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. പേരൻസും ടീച്ചേഴ്സ് അസോസിയേഷനും സജീവമായി പ്രവർത്തിക്കുക. കളിക്കളങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ നാടകം പഠിക്കട്ടെ, കുട്ടികൾ പാട്ട് പാടട്ടെ, കുട്ടികളെ പ്രസംഗിക്കട്ടെ, കുട്ടികൾ ലളിതഗാനം പാടട്ടെ. കുട്ടികൾക്ക് എല്ലാവിധമായ സർഗ്ഗവാസനകളും പ്രോത്സാഹിപ്പിച്ച് വിടുക. അവർക്ക് ഒരുപാട് സമയമുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ. അപ്പോൾ ആ സമയം നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ എൻ്റെ തൊണ്ട പണിമുടക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ഏറ്റവും അവസാന ദിവസം നിങ്ങൾ നമ്മുടെ കൂടെ ഒന്നിച്ചുണ്ടാക്കണം. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും. ബായ്.